ഹായ് ഹലോ വെബ് വീവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ HTML ഫയൽ പോസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇച്ചിരി നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അതിന് പല സ്റ്റേജസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേജസുകളിലൊന്നാണ് ഡൊമെയിൻ രജിസ്ട്രേഷൻ. പിന്നെ വരുന്നത് ഹോസ്റ്റിംഗ് പർച്ചേസ് ആണ്. അതിനുശേഷം വരുന്നത് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം. പിന്നെ വരുന്നത് അതിൻ്റെ HTML ഡെവലപ്പ് ചെയ്യണം. ഒടുവിൽ വെബ്സൈറ്റ് ഇന്റർനെറ്റിൽ ലൈവ് ആകുന്നതോടുകൂടിയാണ് നമ്മളൊരു പരിപൂർണമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിട്ട് മാറുന്നത്. ഞാൻ ഈ പറയുന്നത് ഡൈനാമിക് വെബ്സൈറ്റിനെ കുറിച്ചല്ല, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ്, ബേസിക് ആയിട്ടുള്ള HTML വെബ്സൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പം എന്താണ് ഡൊമെയിൻ? നമുക്ക് ഡൊമെയിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം എന്താണ് ഡൊമെയിൻ നെയിം എന്ന് വെച്ചാൽ ഇന്റർനെറ്റിലെ ഒരു യൂണീക്ക് ആയിട്ടുള്ള അഡ്രസ്സാണ് ഡൊമെയിൻ നെയിം. ഇപ്പം റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിനെയാണ് ഡൊമെയിൻ നെയിം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ www.google.com എന്ന് പറയുന്നത് ഒരു ഡൊമെയിൻ നെയിമാണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഡൊമെയിൻ പ്രൊവൈഡേഴ്സ് ആണ് ഗോഡാഡി, നെയിം ചീപ്പ്, അങ്ങനെ ഒത്തിരി ഡൊമെയിൻ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എക്സാമ്പിളായിട്ട് ഗോഡാഡിയാണ് ഉപയോഗിക്കുന്നത് ഡൊമെയിൻ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട്. ഗൂഗിൾ എടുക്കുക, ഗോഡാഡി സെർച്ച് ചെയ്യുക, എന്നിട്ട് ഗോഡാഡിയുടെ സൈറ്റിൽ കയറുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഡൊമെയിൻ നെയിം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പം .com ഉണ്ട്, .in ഉണ്ട്, .co ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഡൊമെയിൻസ് അവൈലബിൾ ആണ്. അപ്പം നമ്മളത് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ പ്രോഡക്റ്റിനെ പെട്ടെന്ന് എല്ലാവരും അവരുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഡൊമെയിൻ നെയിമുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് htmlhostvideo.com എന്ന് പറയുന്ന ഡൊമെയിൻ നെയിമാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഡൊമെയിൻ നെയിം സെർച്ച് ചെയ്യുക. അത് അവൈലബിൾ ആണെങ്കിൽ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഒഫീഷ്യൽ ഒരു ഡൊമെയിൻ ഓണറായിട്ട് മാറും. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഗോഡാഡി ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗോഡാഡിയുടെ ഡാഷ്ബോർഡ് അവൈലബിൾ അല്ല. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ചില ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ലൈക്ക് ഹോസ്റ്റിംഗർ, ബ്ലൂ ഹോസ്റ്റ്, അങ്ങനെയുള്ള ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇവർ തന്നെ ഡൊമെയിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിചയമായിട്ടുള്ള ഒരു സാധനമാണ് ഗോഡാഡി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡൊമെയിൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ ഗോഡാഡി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഹോസ്റ്റിങ്ങിൻ്റെ പർച്ചേസിനായിട്ട് ബ്ലൂ ഹോസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഗൂഗിളിൽ ബ്ലൂ ഹോസ്റ്റ് സെർച്ച് ചെയ്യുക. ബ്ലൂ ഹോസ്റ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്ത് തന്നെ ഒരു ഡൊമെയിൻ പർച്ചേസ് ചെയ്യണമെന്ന് വയ്ക്കും. നമ്മൾ ഓൾറെഡി ഡൊമെയിൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചൂസ് ഡൊമെയിൻ ലേറ്റർ കൊടുക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ആകും. അടുത്തതായിട്ട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് കണക്റ്റിംഗ് ഡൊമെയിൻ ആൻഡ് ഹോസ്റ്റിംഗ്. ഈ ഹോസ്റ്റിംഗും ഡൊമെയിനും തമ്മിൽ കണക്ട് ചെയ്യണം. നമ്മളുടെ കേസിൽ ഇപ്പം ഡൊമെയിൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഗോഡാഡിയിൽ നിന്നും ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഹോസ്റ്റിൽ നിന്നുമാണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡാഷ്ബോർഡിൽ ഹോസ്റ്റിംഗിൻ്റെ ഡാഷ്ബോർഡിലോട്ട് കയറുക. എന്നിട്ട് ഡൊമെയിൻ അല്ലെങ്കിൽ DNS സെറ്റിങ്സിൽ പോവുക. അവിടെ നിന്ന് നെയിം സെർവേഴ്സ് കോപ്പി ചെയ്യുക. നെയിം സെർവറിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. ns1.hostingcompany.com, ns2.hostingcompany. ഇത് കോപ്പി ചെയ്തെടുക്കണം. ഇതിനെയാണ് നെയിം സെർവേഴ്സ് അല്ലെങ്കിൽ DNS എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നമ്മളുടെ ഡൊമെയിൻ പ്രൊവൈഡറിൻ്റെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്തിട്ട് മൈ ഡൊമെയിൻസ് DNS സെറ്റിങ്സ് എടുക്കുക. അതിൻ്റെ അകത്ത് നെയിം സെർവർ സെക്ഷനിൽ കസ്റ്റം നെയിം സെർവർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്തെടുത്ത നെയിം സെർവേഴ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഈ DNS പ്രൊപ്പഗേഷൻ നടക്കാനായിട്ട് 5 മിനിറ്റ് മുതൽ 24 മണിക്കൂർ വരെയാണ് സമയം എടുക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഡൊമെയിൻ പർച്ചേസ് ചെയ്തതും ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തതും സെയിം പ്രൊവൈഡറിൽ നിന്നാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളും. നെയിം സെർവേഴ്സ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആകത്തില്ല. ദി സൈറ്റ് കാൻ ബി റീച്ച്ഡ് എന്ന് പറയുന്ന എറർ മെസ്സേജ് കാണിക്കാം. ചിലപ്പോൾ DNS എറർ മെസ്സേജ് കാണിക്കാം. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളെല്ലാം ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. ചിലപ്പോൾ ആക്ച്വൽ റിസൾട്ടുമായിട്ട് വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകൾ തന്നെയാണ് ഡൊമെയിൻ പർച്ചേസ് ചെയ്യാനും ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനും DNS സെർവർ കണക്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഡൊമെയിനും ഹോസ്റ്റിങ്ങും കണക്ട് ആയതിനു ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് HTML ക്രിയേഷൻ. അതിൻ്റെ ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് HTML ക്രിയേഷനും ഡിസൈനിങ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുന്നു. ഇപ്പം
ഫിഗ്മ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ എയുടെ സഹായത്തോടുകൂടെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. എയുടെ സഹായത്തോട് തന്നെ HTML ഉണ്ടാക്കിയെടുക്കാം. അപ്പം HTML ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ടുള്ള സ്റ്റെപ്പ്. HTML ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഫയലുകളെല്ലാം ഹോസ്റ്റിംഗ് സെർവറിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഹോസ്റ്റിംഗ് ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഫയൽ മാനേജർ എന്ന് പറയുന്ന മെനു ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് ഫയൽ മാനേജർ എന്ന് പറയുന്നത് നമ്മളുടെ ഫയൽ എക്സ്പ്ലോറർ, വിൻഡോസിലൊക്കെ ഉള്ള ഫയൽ എക്സ്പ്ലോറർ പോലെ തന്നെയാണ്. അതിൽ public_html എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഇതിലേക്കാണ് നമ്മളുടെ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് HTML-ഉം നമ്മുടെ അസറ്റ്സ് ഫോൾഡറും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫയലുകളെല്ലാം ഹോസ്റ്റിംഗ് സെർവറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഡൊമൈൻ നെയിം ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് എങ്ങനെ HTML വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അടുത്ത വീഡിയോയിൽ എങ്ങനെ HTML വെബ്സൈറ്റ് ഫ്രീ ആയി ഹോസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.